സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഇന്ത്യയിലെ ഭാവി രാഷ്ട്രീയത്തിൽ ചെലുത്തുന്ന പ്രസക്തി, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി. പ്രത്യേകിച്ച് അദ്ദേഹം BJPയുടെ മുതിർന്ന നേതാവാണ്. ഒഡീഷയിൽ നിന്നുള്ള കരുത്തനായ സംഘാടകനാണ്. ധർമ്മേന്ദ്ര പ്രധാൻ BJPക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് തന്നെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ടി BJP ഒരുപാട് ശ്രമങ്ങൾ, പ്രത്യേകിച്ച് നരേന്ദ്രമോദി നടത്തിയത്. എല്ലാം പരാജയപ്പെട്ടു. അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. അത് ഇന്ത്യൻ രാഷ്ട്രീയത്തെ എങ്ങനെ മാറ്റും എന്നുള്ളതാണ് ഇനിയുള്ള ചർച്ച. BJPയുടെ സംഘടനാ തലത്തിൽ വലിയ സ്വാധീനമുള്ള കരുത്തനായ ഒരു നേതാവിന്റെ രാജി, അത് വെറും ഒരു രാജിയാണോ എന്നുള്ളത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ ഉറ്റുനോക്കുന്ന ഒരു സംഭവമാണ്. ഇത് വെറുമൊരു രാജിയല്ല, പല തരത്തിലുള്ള മാനങ്ങളും നൽകുന്ന ഒന്നായിരിക്കും ഈ രാജി എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തപ്പെടുന്നുണ്ട്. അത് എങ്ങനെ എന്നല്ലേ, അത് നമുക്ക് പരിശോധിക്കാം. ആദ്യമായി BJPയുടെ സംഘടനാ തലത്തിലുള്ള മാറ്റങ്ങളാണ് ഇതിൽ പ്രധാനമായി വരിക. അതിൽ ധർമ്മേന്ദ്ര പ്രധാന് വലിയ ഒരു റോൾ ഉണ്ടാകും എന്ന് തന്നെയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അതിന്റെ സൂചനകൾ എവിടെ നിന്നെങ്കിലും ലഭിക്കുന്നുണ്ടോ എന്നുള്ള പഠനത്തിലാണ് അവർ ഉള്ളത്. വരും ദിവസങ്ങളിൽ അത് കൂടുതൽ വ്യക്തമാകും. അങ്ങനെയെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാൻ BJPയുടെ ദേശീയ നേതൃത്വത്തിലേക്ക് വലിയ കരുത്തനായി, വലിയ അധികാരത്തോടെ കടന്നു വരാനുള്ള ഒരു സാധ്യതയാണ് തള്ളിക്കളയാൻ പാടില്ലാതെ നമ്മൾ നിരീക്ഷിക്കുന്ന ഒന്ന്. മറ്റൊരു സാധ്യത ധർമ്മേന്ദ്ര പ്രധാൻ ഒഡീഷയിലേക്ക് മടങ്ങും എന്നുള്ളതാണ്. ഒഡീഷയുടെ സംസ്ഥാന രാഷ്ട്രീയം ഒരു ദേശീയ നേതാവിനെ മുൻനിർത്തി കൂടുതൽ കരുത്തുറ്റതാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളായിരിക്കും BJPയും സംഘപരിവാറും ഇനി നടപ്പാക്കാൻ പോകുന്നത് എന്നുള്ള ചർച്ചയും വളരെ ഗൗരവത്തിൽ തന്നെ രാജ്യ തലസ്ഥാനത്ത് നടക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം BJPയുടെ മന്ത്രിസഭയുടെ പുനഃസംഘടനയാണ്. ആ പുനഃസംഘടനയിൽ പല മുഖങ്ങളും മാറ്റപ്പെടുകയും പല മന്ത്രാലയങ്ങളിലും പുതുമുഖങ്ങൾ കടന്നു വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം രൂപപ്പെടുത്തിയിരിക്കുന്നു. കാരണം അത്രയധികം വിമർശന വിധേയമാണ് പല മന്ത്രാലയങ്ങളുടെയും പ്രവർത്തനം എന്നുള്ളത് BJPയെയും RSSനെയും ഭയപ്പെടുത്തുകയാണ്. പെട്രോളിയം മന്ത്രി നിതിൻ ഗഡ്കരിയുടെ എഥനോൾ കമ്പനിയുമായി ബന്ധപ്പെട്ട വിവാദം BJPക്കുള്ളിലും വലിയ ശക്തമായി പുകയുന്നുണ്ട് എന്ന് മാത്രമല്ല, ജെൻസി വിപ്ലവത്തിന്റെ പുതിയ സാധ്യതകൾ വിളിച്ചു വരുത്തുവാനുള്ള എല്ലാ അലയൊലികളും അതിൽ ഇപ്പോൾ തന്നെ പ്രകടമായി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും BJPയെയും RSSനെയും ഭയപ്പെടുത്തുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട സാധ്യത, BJPയുടെ ഘടനയിൽ ഏകൽ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യപ്പെടാത്ത രീതിയിലുള്ള അനുസരണശീലമാണ് കഴിഞ്ഞ കാലത്തൊക്കെ നടന്നു വന്നിരുന്നത്. അതിനെ ശക്തമായി എതിർക്കുന്ന ഒരു നിര BJPയുടെ ഉള്ളിൽ തന്നെ രൂപപ്പെടുന്നു എന്നുള്ളത് വളരെ പ്രകടമായ ഒരു കാര്യമാണ്. കേന്ദ്രമന്ത്രിമാരുടെയും BJP നേതാക്കളുടെയും മക്കളൊക്കെ തന്നെ ഈ ഡൽഹിയിൽ നടന്നിട്ടുള്ള വിദ്യാർത്ഥി സമരങ്ങളിൽ അണിനിരന്ന് BJPക്കും BJP ഗവൺമെന്റിനും എതിരായ മുദ്രാവാക്യങ്ങൾ മുഴക്കിയത് BJPയെയും RSSനെയും തെല്ലൊന്നുമല്ല ഭയപ്പെടുത്തി മുന്നോട്ട് പോകുന്നത്. അവർ വല്ലാത്ത ഭയപ്പാടിൽ തന്നെയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പരിശോധിക്കേണ്ടത്, ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന മന്ത്രി BJPയുടെ ചരിത്രത്തിൽ ആദ്യമായി രാജിവെക്കുന്ന ഒരു മന്ത്രിയാണ്. പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ കാലത്ത് ഇന്ന് വരെ ഒരു മന്ത്രിമാരെയും ഒരർത്ഥത്തിലും രാജിവെക്കുവാൻ അനുവദിച്ചിരുന്നില്ല. ഏതൊക്കെ പ്രശ്നം വന്നാലും അവർ ചേർത്ത് പിടിക്കുക മാത്രമല്ല, അത് നരേന്ദ്രമോദിയുടെ പവറാണ് എന്ന അർത്ഥത്തിൽ ശക്തമായി പിടിച്ചു നിർത്തുന്ന സാഹചര്യങ്ങളും സാധ്യതകളുമാണ് ഇന്നലെ വരെ ഉപയോഗിച്ചിരുന്നത്. ഈ രാജ്യത്ത് എന്തെല്ലാം പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ട് പോലും ഒരു കേന്ദ്രമന്ത്രിയെയും ഇന്ന് വരെ അതിന്റെ പേരിൽ ആരോപണ വിധേയനായി മാറ്റുവാൻ BJP തയ്യാറായിരുന്നില്ല, RSS തയ്യാറായിരുന്നില്ല. പക്ഷേ ഇന്ന് അവർ നിർബന്ധിതരായിരിക്കുന്നു. നരേന്ദ്രമോദിക്ക് തടഞ്ഞു നിർത്തിയിട്ടും പറ്റാത്ത നിലകളിൽ പ്രതിരോധം ശക്തമായപ്പോൾ നരേന്ദ്രമോദിയുടെ തന്നെ രാജി ആവശ്യപ്പെട്ട് തെരുവിൽ പ്രക്ഷോഭം ശക്തമാകുമെന്ന ഘട്ടം വന്നപ്പോഴാണ് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി വാങ്ങിക്കൊണ്ട് BJP തെല്ലൊരു ശ്വാസം വിട്ട് നിൽക്കുന്നത്. ഇവിടെയും അവർ ഭയത്തിലാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി വെറുതെ സംഭവിച്ചതല്ല. ജെൻസി വിപ്ലവത്തിൽ അണിനിരന്ന പുതു തലമുറ ജെൻസികളായിട്ടുള്ള BJPക്കാർ, BJPക്ക് വോട്ട് ചെയ്ത, BJPക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന, BJPക്ക് വേണ്ടി എന്തിനും തയ്യാറായി നിൽക്കുന്ന ഒരു യുവതയുടെ വലിയൊരു വിഭാഗം കൂടി ഈ സമരത്തിന് പിന്തുണയുമായി വന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. എന്ന് മാത്രമല്ല, മുരളി മനോഹർ ജോഷിയെ പോലുള്ള BJPയുടെ അധികായകന്മാരായ നേതാക്കൾ നരേന്ദ്രമോദിക്കെതിരെ, ധർമ്മേന്ദ്ര പ്രധാനെതിരെ പാറ്റ സമരത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നത് BJPയുടെ അന്തർരാഷ്ട്രീയം അത്രയധികം ശോഭനമല്ല, കെട്ടുറപ്പുള്ളതല്ല എന്ന ബോധ്യപ്പെടുത്തൽ ഈ സമൂഹത്തിൽ വരുത്തിയിട്ടുണ്ട്. അതനുസരിച്ചുള്ള ഒരു സംഘടനാ മാറ്റം കൂടി
BJPയുടെ ഉള്ളിൽ വരാൻ പോകുന്നു. അത് നരേന്ദ്രമോദിയുടെ പടിയിറക്കമാണോ അതിലൂടെ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ്. പാറ്റ സമരം അഥവാ കോക്രോച്ച് സമരം RSSന്റെ തന്നെ സൃഷ്ടിയാണ് എന്ന് വിശ്വസിക്കുന്നവർ ഇന്ത്യയിൽ ഏറെയാണ്. അത് RSSന്റെ കൈവിട്ടു പോയി എന്നുള്ള ഒരു കൈവിട്ട കളിയായി വിലയിരുത്തുന്നവരും ഏറെയുണ്ട്. പാറ്റകളുടെ സമരം, കോക്രോച്ച് സമരം RSSനെയും BJPയെയും വല്ലാതെ വെട്ടിലാക്കി. കോൺഗ്രസും രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും BJPക്ക് മുകളിൽ നേടുന്ന രണ്ടാമത്തെ ശക്തമായ വിജയമായി ഇത് മാറുകയും ചെയ്തു. ആദ്യം അവർ ഇന്ത്യയുടെ പാർലമെന്റിൽ ഭരണഘടന തിരുത്തുന്നതിന് വേണ്ടി സ്ത്രീ സംവരണം എന്ന പേരിൽ ഒത്തുകൂടിയപ്പോഴാണ് പ്രതിപക്ഷം അവരെ ജനാധിപത്യത്തെ ഉപയോഗിച്ചുകൊണ്ട് തടഞ്ഞു നിർത്തിയത്. അത് നരേന്ദ്രമോദിക്കും BJPക്കും RSSനും വലിയ ക്ഷീണമാണ് രാജ്യത്ത് സൃഷ്ടിച്ചത്. അതിനുശേഷം ഈ യുവസമരം, പാറ്റകളുടെ സമരം, കോക്രോച്ച് സമരം, വിദ്യാർത്ഥി സമരം, അതിൽ കോൺഗ്രസും പ്രതിപക്ഷവും നുഴഞ്ഞുകയറി എന്നൊക്കെയാണ് BJP പക്ഷമാധ്യമങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഈ വിദ്യാർത്ഥി സമരം കോൺഗ്രസിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ, രാഹുൽ ഗാന്ധിയുടെ ശക്തമായ നേതൃത്വ പാടവത്തെ, പ്രതിപക്ഷത്തിന്റെ ഐക്യത്തെ, പ്രതിപക്ഷത്തിന്റെ ശക്തിയെ ഇന്ത്യ രാജ്യത്ത് ഒന്നുകൂടി ജ്വലിപ്പിക്കുന്ന ഒന്നായി ഈ സമരം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ രാഷ്ട്രീയ പ്രസക്തികളിൽ ഏറെ ഗൗരവത്തോടെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം. പാറ്റകളുടെ, കോക്രോച്ചുകളുടെ രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ചുള്ള ചർച്ചകളും രാജ്യത്ത് തുടങ്ങി. അവർ പുതിയൊരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കുമെന്നുള്ള ചർച്ചകളാണ് രാജ്യത്തേറെ ഉയർന്നു കേൾക്കുന്നത്. അവർ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായും അത് AAP പോലെ ഒരു രാഷ്ട്രീയമായി അധപ്പതിക്കുവാനാണ് സാധ്യതയുള്ളത് എന്ന് നമ്മൾ കാണുകയാണ്. പകരം അവർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും പ്രതിപക്ഷ നിരക്കുമൊപ്പം ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ സിസ്റ്റത്തെ മാറ്റാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിലാണ് മുൻകൈ എടുക്കുന്നതെങ്കിൽ തീർച്ചയായും മോദിയുടെ കഞ്ഞിയിൽ പാറ്റ വീണു എന്ന് നമുക്ക് ഉറപ്പിക്കാം. BJP വലിയ വില നൽകുന്ന കാലത്തെ കാത്തിരുന്ന് കാണുവാനും സാധിക്കും എന്നാണ് എന്റെ നിരീക്ഷണം. ഈ വീഡിയോയെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം. അതുവരെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.